ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മളൊരു ചെറിയൊരു MCQ സെക്ഷനായിട്ടോ, കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നിങ്ങളെ റിവൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് MCQs ഒക്കെ ഒത്തിരി ചെയ്യണമെങ്കിൽ നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്, അതിനെ പ്രിപ്പയർ ചെയ്യാൻ ഒത്തിരി സമയം വേണം. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ഒത്തിരി ടൈം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞ് MCQ സെക്ഷനായിട്ട് വന്നിട്ട് നമുക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. 90 72 71 0772. നമ്മൾ മെയിനായിട്ടും കേരള ബാങ്കിൻ്റെ ക്ലാസ്സും അതുപോലെ കെയർ ഓഫ് അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സും ആട്ടോ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ MCQ സെക്ഷനിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞതുപോലെ 1-2 ടേംസൊക്കെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൊരു കുഞ്ഞ് MCQ ആട്ടോ. ഒത്തിരിയൊക്കെ MCQs സെൽഫായിട്ട് റെഡിയാക്കി എടുക്കണമെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നോക്കാം. PSCയിൽ എപ്പോഴും ഫേവറേറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റോങ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസാണ് മിക്കവാറും കിട്ടാറ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഇതുപോലത്തെ ഉള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് റോങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട റോങ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫിക്സഡ് അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് ആർ അക്വയർഡ് ഓൺലി ഫോർ യൂസ് ആൻഡ് നോട്ട് ഫോർ റീസെയിൽ. ഓക്കെ, നോട്ട് ഫോർ റീസെയിലാണ്, ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാണ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എന്തിനാണ് യൂസിന് വേണ്ടിയല്ല നമ്മൾ മേടിക്കുന്നത്, നോട്ട് ഫോർ റീസെയിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കറക്റ്റാണ്. നമ്മളോട് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഓർത്ത് വെച്ചേക്കുക, റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോക്കാം. ഫ്ലോട്ടിംഗ് അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് ആർ നോട്ട് മീൻ ടു ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, അതിപ്പോൾ ഫുൾ ടൈപ്പ് ചെയ്ത മിസ്റ്റേക്കാണ്. ഫ്ലോട്ടിംഗ് അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് ആർ മീൻ ടു ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആസ് സൂൺ ആസ് പോസിബിൾ. ക്യാഷിലേക്ക് ആസ് സൂൺ ആസ് പോസിബിൾ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് അസറ്റ് എന്ന് പറയുന്നത്. കറക്റ്റാണോ? ഫ്ലോട്ടിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റാണ്. ഓക്കെ, ആ കോൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. ഫ്ലോട്ടിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റാണ്. അപ്പോൾ അത് ഈസി ആയിട്ട് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് അസറ്റ് എന്ന് പറയുക. ഇതിനടുത്ത് നോക്കിയാൽ വേസ്റ്റിംഗ് അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് വിൽ നോട്ട് ലൂസ് ദെയർ വാല്യൂ ബിക്കോസ് ഓഫ് യൂസ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ? വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മൈൻസും ക്വാറീസും പോലുള്ള അസറ്റുകളെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുക. യൂസ് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു അസറ്റ് തീർന്നു പോകുന്നൊരു സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ അടുത്ത കൂടെ നോക്കിയേക്കാം. ഫിക്റ്റീഷ്യസ് അസറ്റ് ആർ വാല്യൂലെസ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് വാല്യൂലെസ് അസറ്റ് അല്ലേ? പ്രിലിമിനറി എക്സ്പെൻസും ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസൊക്കെ പോലെയുള്ള ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലാത്ത വാല്യൂലെസ് ആയിട്ടുള്ള അസറ്റാണ് എന്ത്? ഫിക്റ്റീഷ്യസ് അസറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് എടുത്താട്ടോ, അതുകൊണ്ടാണ് ഈ മിസ്റ്റേക്ക് സംഭവിച്ചത്. ഇതിൻ്റെ അഗൈൻ അടുത്തതാണ് പിക്ക് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. മെർക്കൻറ്റൈൽ സിസ്റ്റം അഡോപ്റ്റ് അക്രൂവൽ കോൺസെപ്റ്റ്. മെർക്കൻറ്റൈൽ സിസ്റ്റവും ക്യാഷ് സിസ്റ്റവും ഉണ്ടല്ലേ. മെർക്കൻറ്റൈൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം തന്നെ? ക്യാഷ് സിസ്റ്റത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഡിഫേർഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ പേയ്മെൻറ്റുകളും ഫ്യൂച്ചർ റെസിപ്റ്റുകളും കൺസിഡർ ചെയ്യുന്ന സിസ്റ്റമാണ് മെർക്കൻറ്റൈൽ സിസ്റ്റം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്ത് കോൺസെപ്റ്റ് ആയിരിക്കും? അക്രൂവൽ കോൺസെപ്റ്റ് ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കൺസിസ്റ്റൻസി ഡിമാൻഡ്സ് ദാറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർഡ് ഇയർ ടു ഇയർ സെയിം. അതിലേക്ക് നമുക്ക് വരാം. എ ടാഞ്ചിബിൾ അസറ്റ് മേ ബി ഓൾസോ ബി വാല്യൂലെസ്. ചില സമയത്ത് ടാഞ്ചിബിൾ അസറ്റും വാല്യൂലെസ് ആയിരിക്കാം. ഓക്കെ, കറക്റ്റാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഔട്ട് ഓഫ് ടോട്ടൽ അസറ്റ് ദ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ പ്രൊപ്പറേറ്റർ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ. ഓക്കെ, ടോട്ടൽ അസറ്റ് മൈനസ് ക്യാപിറ്റൽ, വാട്ട് റിമെയിൻസ് ഈസ് ടു ഔട്ട്സൈഡർ. കറക്റ്റ് അല്ലേ? എന്നാ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ അസറ്റിൻ്റെ അകത്തുനിന്ന് പ്രൊപ്പറേറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളതാണ് എന്ത്? ലൈബിലിറ്റി ഫോർ ഔട്ട്സൈഡേഴ്സ്ക്കുള്ള ലൈബിലിറ്റി. അപ്പോൾ കറക്റ്റാണ്. ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കൺസിസ്റ്റൻസി ഡിമാൻഡ്സ് ദാറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർഡ് ഫ്രം ഇയർ ടു ഇയർ സെയിം. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അതാണോ പറയുന്നത്? എല്ലാ വർഷവും ഒരേ പ്രോഫിറ്റ് ആവണമെന്നാണോ പറയുന്നത്? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഈസ് നോട്ട് ഫോളോഡ് വെൻ വെഞ്ചർ കൺസേൺ ഹാസ് ഷോർട്ട് ലൈഫ്. വെഞ്ചറിനൊരു ഷോർട്ട് ലൈഫ് ആകുമ്പം ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓൾ ഇൻഫർമേഷൻ മെറ്റീരിയൽ ഓർ ഇമ്മെറ്റീരിയൽ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് അക്കോർഡിംഗ് ടു ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ്? നിങ്ങൾ ആലോചിക്കുക. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പ്രകാരം ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനൊരു എക്സെപ്ഷനാണ് ആക്ച്വലി. ഷോർട്ട് ലൈഫുള്ള അസറ്റിന് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ബാധകമല്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഷോർട്ട് ലൈഫാണോ ഒരു അസറ്റിനുള്ളത്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അത് നമ്മൾ ബാധകമാക്കുന്നില്ല. ഓക്കെ. ദെൻ ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് മെറ്റീരിയൽ ആസ് വെൽ ആസ് ഇമ്മെറ്റീരിയൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യണോ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് പ്രകാരം? ഒൺലി മെറ്റീരിയൽ ഇൻഫർമേഷൻ മാത്രം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്താൽ മതി കേട്ടോ. അല്ലാത്ത നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. ഒൺലി മെറ്റീരിയൽ ഇൻഫർമേഷൻ, മറ്റൊരാളുടെ ഡിസിഷൻസിനെ ബാധിക്കുന്ന ആ ഒരു ഇൻഫർമേഷനെയാണ് നമ്മൾ മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്ന് പറയുക. അപ്പോൾ അത് മാത്രം എന്ത് ചെയ്താൽ മതി? ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും സംഭവം? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് 2 ഈസ് ഫോൾസ്. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ. അപ്പം 3 ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇതിനകത്ത് ഒത്തിരിയധികം കോൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. 8 ഓപ്ഷൻ ആണെങ്കിൽ 8 ഓപ്ഷനകത്ത് ഓരോരോ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്